Morning. Good morning, ma'am. Good morning, ma'am. Good morning. മിസ്സേ ഞങ്ങൾക്ക് കോൺവെക്കേഷൻ ഉണ്ടാവൂലേ? എനിക്ക് കോൺവെക്കേഷൻ നടത്തണില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് മാത്രം നടത്തണില്ല. നിങ്ങൾ ഒഴിച്ചു കിട്ടും. പിന്നെ നടത്തൂലടോ. ആരാ ചോദിക്കുന്ന? അനീഷയാണോ? അതെ അതെ, അനീഷ വെച്ചാണ് ഞാൻ 11. അടുത്ത തന്നെ ഉണ്ടോ? അടുത്ത മാസം കൂടെ ഉണ്ടോ? അപ്പൊ നാളെ 10ന്റെ H10ന്റെ കോൺവെക്കേഷൻ ആണ്. അത് കഴിഞ്ഞ ഒരു 2 വീക്സ് ആയാലും നിങ്ങളുടെ ഉണ്ടാവും. ഇപ്പൊ PG ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്പൊ ഉണ്ടാവൂല നമുക്ക്? അങ്ങനെയുണ്ടല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. PG ഉള്ളവരാണോ ചോദിച്ചത്? ഇതൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. PG ഉള്ളവരുടെ കഴിയാണ്ട് പറ്റില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ മാം. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞു തരും എങ്ങനെയാണ്. അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്തായാലും വരാൻ പറ്റില്ലല്ലോ. അറിയില്ല, ഡിപ്ലോമയുടെ മാത്രമായിട്ട് അങ്ങനെ തരുന്നതാണോ സെപ്പറേറ്റഡ് ആണോ എന്നുള്ളത് അറിയില്ല. അത് മാം PG ഉള്ളവർക്ക് PG കഴിഞ്ഞിട്ടായിരിക്കും എന്നാ തോന്നണേ. കാരണം ഞങ്ങളെയൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങള് 10 ബാച്ച് ആയിരുന്നു. 10 ആണോ? അപ്പൊ എന്നാ പിന്നെ എങ്ങനെയായിരിക്കും? എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചായിരിക്കും തോന്നുന്നു. അപ്പൊ നിങ്ങള് വേറെ ഏതെങ്കിലും ബാച്ചിന്റെ കൂടെ ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെയാവും. എനിക്ക് തോന്നുന്നു 12ന്റെ ഒക്കെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക്. അതെ അതെ, ഈ എക്സാം മാം H9 ഒക്കെ ഒരുമിച്ചായിരിക്കും. H9 കഴിഞ്ഞല്ലോ. അല്ല, ഞങ്ങള് PG ചെയ്യുന്നതാണ്. ഞാന് PG കംപ്ലീറ്റഡ് ആവുമ്പോഴായിരിക്കും തരും. അപ്പൊ നമ്മളിപ്പോ കോണ്ടാക്ട് ചെയ്യൂലായിരിക്കും അല്ലേ? പിന്നെ ഓക്കെ മാം. പക്ഷെ കൂടെ ഉള്ള ബാക്കിയുള്ളവരെ കാണാൻ പറ്റില്ലല്ലേ നിങ്ങൾക്ക്? അത് കാണാൻ പറ്റില്ല. യെസ്, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം തോന്നുന്നു. ടീച്ചേഴ്സിന് എല്ലാവരും കാണാൻ പറ്റൂലേ? പിന്നെ ഞങ്ങൾ എപ്പോഴും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിരിപ്പിക്കാനായിട്ട് കുറെ ഡാൻസ് ഒക്കെ ആക്കി ഞങ്ങൾ വന്നിട്ടുണ്ടാവും. ചിരിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത്തിരീശ സമയം കിട്ടുന്നതിനിടയിൽ ഞങ്ങൾ ഓടിച്ചിട്ട് റിഹേഴ്സൽ ചെയ്ത് പഠിച്ചു കൊണ്ടുവന്നതാ. അപ്പൊ കുറെയൊക്കെ ഇംപെർഫെക്ഷൻസ് ആയിരിക്കും അതിൽ പോകുന്നത്. ചിരിക്കാനുള്ള എന്തായാലും ഉണ്ടാവും കേട്ടോ. യെസ് മാം. കഴിഞ്ഞ ഡാൻസ് കണ്ടിരുന്നോ? ഞങ്ങളുടെ ചാപ്റ്റേഴ്സ് കണ്ടിരുന്നോ? ഞങ്ങൾ H7 ബാച്ചാ. ഞങ്ങള് മിസ്സിന്റെ ഡാൻസിലുണ്ടായിരുന്നു. നല്ലതായിരുന്നു. H7 ഇപ്പൊ കഴിഞ്ഞ ഡാൻസോ? പറൂര് നമുക്ക് നടത്തിയില്ലായിരുന്നോ? അല്ല, അത് അവിടെ അത് കൊള്ളായിരുന്നു. ഒരു രസമുണ്ടായില്ല. നിങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ കളിച്ചത് രസമില്ലാത്ത ഡാൻസാണ്. ഞങ്ങൾക്ക് ഇഷ്ടായി. ഞങ്ങള് നിങ്ങളെ എല്ലാ ടീച്ചേഴ്സും ഡാൻസേഴ്സ് ആണോ? എവിടെ ടീച്ചർമാരായി എല്ലാം ചെയ്യണമെന്നല്ലേ? അങ്ങനെ ചെയ്തു പോകണം പറഞ്ഞാൽ. യെസ് മാം. യെസ്. എല്ലാവരും ദൂരെയുള്ള ആൾക്കാരുണ്ടോ? കോഴിക്കോട്, ഇടുക്കി അങ്ങനെയൊക്കെ ഉണ്ടോ? വേറെ ഡിസ്ട്രിക്റ്റ് ഉള്ളവരുണ്ടോന്നാ? ഇല്ല, എല്ലാരും ഈ എറണാകുളം തന്നെയാണോ? തൃശ്ശൂരുണ്ട്. ചാലക്കുടി ഉണ്ട് മാം. ഞാൻ ചാലക്കുടിയാണ്. ചാലക്കുടി തൃശ്ശൂരല്ലേ? കൊല്ലമാണ് മാം. കൊല്ലം, പാലക്കാട്. കുറെ കുട്ടികൾ തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്തിട്ടോ. എറണാകുളം കാണാത്തവരൊക്കെ എന്തോ വലിയ സംഭവം നോക്കി വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കാണാനില്ല. കാണണമെങ്കിൽ നമ്മൾ കൊച്ചിയിലോട്ടൊക്കെ പോകണം. മലപ്പുറം,
ഡേറ്റ് അറിയിക്കും. നിങ്ങൾ എന്തായാലും ഒരു 2 ആഴ്ചക്കുള്ളിൽ മുന്നേ തന്നെ ഡേറ്റ് അറിയിക്കും കേട്ടോ. H11 എന്തായാലും ഈ 10 നാളെയാണ്. H10 നാളെയാണ്. അത് കഴിഞ്ഞ് MT5 മോണ്ടിസോറി 5 ബാച്ചിന്റെയാണ്. അത് കഴിയുമ്പോ നിങ്ങളുടെ ഉണ്ടാവും. ലിറ്റ് അപ്രൂവ്ഡ് ആണോ? ഇപ്പൊ നാട്ടിലുണ്ടല്ലേ? മാം നമുക്ക് ഇതിന്റെ എക്സാം ഒക്കെ എന്നായിട്ട് വരുന്നത്? ഫൈനൽ എക്സാം PGയുടെ ആണോ? ഒരു മോഡൽ കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഫൈനൽ വരുന്നത്. ഏതാണ്ട് ഏത് സമയമായിരിക്കും? നവംബർ, ഓഗസ്റ്റ്? നവംബർ ഇല്ല, നവംബറിലേക്ക് പോകുന്നില്ല. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കഴിയൂല്ലേ? ഓഗസ്റ്റ് ഏകദേശം ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് തീരാറായി. ഇനിയിപ്പോ 1-2 ചാപ്റ്റേഴ്സ് വെച്ച് ടീച്ചർമാർക്ക് ഉണ്ടാവുള്ളൂ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറോടുകൂടി ചിലപ്പോൾ തീരുമായിരിക്കും. ഓക്കെ മാം. ഓക്കെ ഓക്കെ, യെസ്. PG എക്സാം കഴിഞ്ഞിട്ടാണ് ലിറ്റ് നമ്മൾ കോൺവൊക്കേഷൻ കൊടുക്കുള്ളൂ. അങ്ങനെ ആയിരിക്കും സർട്ടിഫിക്കറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ 2 പ്രാവശ്യം വരേണ്ടി വരില്ലേ? അങ്ങനെ ആയിരിക്കുള്ളൂ കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒന്ന് നമ്മുടെ ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് അന്നേരം പറഞ്ഞുതരും. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല. അല്ല മാം, PGക്ക് നമ്മൾ ഒരു തവണ വന്നാൽ പോരെ? നമുക്ക് ആ സർട്ടിഫിക്കറ്റ് 1 പ്രാവശ്യം വന്നാൽ മതി. അപ്പൊ ഈ നെക്സ്റ്റ് ഏതെങ്കിലും ബാച്ചിന്റെ കൂടെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് കോൺടാക്ടേഷൻ ഉള്ളത്. ആൾക്കാരൊന്നും പോയിട്ടുണ്ടാവും. മാം ഇതിപ്പോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആകെ കൺഫ്യൂസ് ആവും. അത് ഞാൻ ഒന്നുകൂടി അടുത്ത ദിവസം ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. PGക്കൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിൽ അങ്ങനെ ചില ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ ഇത് കിടക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങള് H11കാരോട് ഞാൻ ചോദിക്കണേ കേട്ടോ. നിങ്ങൾ 11 ബാച്ച്, നിങ്ങളുടെ ഡിപ്ലോമ ബാച്ച് എങ്ങനെയാണ്? ബാക്കി സ്റ്റുഡൻസ് ഒക്കെ നമ്മള് ഭയങ്കര കോണ്ടാക്ട് ഉള്ളവരാണോ നിങ്ങള്? ഗ്രൂപ്പ് ഉണ്ട് മാം. ഗ്രൂപ്പ് ഉണ്ട്, ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻ അല്ല എടുത്തത്. ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് എടുത്തു. കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ ഈ കോൺസെപ്റ്റ്? കോൺസെപ്റ്റുമായി പബ്ലിക് റിലേഷൻസിന്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇത് ഭാഗം നോക്കാം. Public Relations Department develops the connection between the external environment and the staff of the organization by bringing the expectation of community and the aims of the organization into consonance and developing positive relations. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്സ് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതായത് പബ്ലിക് റിലേഷൻസ് സമൂഹത്തിന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെയും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ പ്രാധാന്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അതായത് പബ്ലിക് റിലേഷൻസ് സമൂഹത്തിന്റെയും സ്ഥാപനങ്ങളുടെയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എയിംസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവര് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല എന്താണ്, സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും എല്ലാം കൂടി ഇന്റർഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പിന്നെ എന്താണ്, കൂടാതെ ജീവനക്കാർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതും ജീവനക്കാരാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് അല്ലെ, കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതായത്
പ്രത്യേകിച്ച് സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും കൈവരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഓക്കെ, then public relations encompasses the users and peer groups outlook, which is molded by factors like satisfaction in terms of services provided and attitude of the hospital personnel. എന്ന് പറയുന്നത് public relations encompass the users and peer groups outlook, which is molded by factors like satisfaction in terms of services provided and attitudes of the hospital personnel. എന്താണ് അവിടെ പറയുന്നത്? അതായത് പൊതുജനങ്ങളുടെയും അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സമപ്രായക്കാരുടെയും കാഴ്ചപ്പാടുകളൊക്കെ ആര് ഉൾക്കൊള്ളുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് പിയർ ഗ്രൂപ്പ്സിന്റെയും അല്ലെങ്കിൽ എന്താണ് പൊതുജനങ്ങൾ ആരാണ്? കമ്മ്യൂണിറ്റി. അവരുടെയൊക്കെ എന്താണ് കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സ്, അവർ പറയുന്ന ഐഡിയാസും തോട്ട്സിനെയും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ആരും ഉൾക്കൊള്ളുന്നുണ്ട്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. അതെല്ലാം അംഗീകരിക്കുന്നത്, അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, കമ്മ്യൂണിറ്റിയുമായിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്സ് വരുന്നത്. കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസിന് വേണ്ടി അവരെ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോ അവര് പറയുന്ന കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ്, തോട്ട്സ്, ബിലീഫ്സ് ഇതെല്ലാം ആരും ഉൾക്കൊള്ളുന്നുണ്ട്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. ഇതെല്ലാം അംഗീകരിച്ചു കൊണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, then public relations are to develop resonance between target and institution and to plan and maintain the efforts to keep this resonance. എന്താ പറയുന്നത്? പബ്ലിക് റിലേഷൻസ് ആർ ടു ഡെവലപ്പ്. എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്? റെസോണൻസ് ബിറ്റ്വീൻ. റെസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധം അല്ലെ, അല്ലെങ്കിൽ റിലേഷൻ. ആരുമായിട്ടുള്ള റിലേഷൻ ആണ് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളും ആ ഒരു ഹോസ്പിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ എയിംസ് സജീവമായിട്ട് പ്രവർത്തിപ്പിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിൽ ഒന്നായി വരുന്നത്. ഓക്കെ, അപ്പോ അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തേ. പബ്ലിക് റിലേഷൻസ് ആർ ടു ഡെവലപ്പ് resonance between target community and institution. ആരുമായിട്ടുള്ളൊരു റെസോണൻസ്, ആരുമായിട്ടുള്ള ബന്ധമാണ് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്? ആരുമായിട്ടാണ്? അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഹോസ്പിറ്റൽ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അവരുടെ മെയിൻ ടാർഗറ്റ് അവരുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ. Then and to plan and maintain the efforts to keep this resonance. മാത്രമല്ല ഇതാണ് അവരുടെ ടാർഗറ്റ് എങ്കിലും എന്താണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് സമൂഹം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് നല്ല രീതിയിലുള്ള എഫേർട്സുകൾ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് വഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതായത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി പറയുന്ന തോട്ട്സുകൾ, അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ബിലീഫ്സ്, വിശ്വാസങ്ങളെല്ലാം ആരംഗീകരിക്കുന്നുണ്ട്? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്സ് അംഗീകരിക്കുന്നുണ്ട്. അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് നടത്തി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് PR-ന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, to plan and maintain the efforts to keep this resonance. ഈ ബന്ധം എന്നും നിലനിർത്താനായിട്ടാണ് ആര് നോക്കുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് നോക്കുന്നത്. ആരും തമ്മിൽ കമ്മ്യൂണിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ബന്ധം നിലനിർത്തുക എന്ന് തന്നെയാണ് അവരുടെ ടാർഗറ്റ്. ഓക്കെ, സമൂഹത്തിനും സ്ഥാപനത്തിനും ഇടയിലെ നല്ലൊരു റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. Then public relations is a management function supplying development and maintenance of relations based on benefit and mutual communication between the institution and target communities, which play a fundamental role in the success and failure of one institution.
എന്താണ് പബ്ലിക് റിലേഷൻ ഇസ് എ മാനേജ്മെന്റ് ഫംഗ്ഷൻ. അപ്പോൾ അണ്ടർലൈൻ ചെയ്തേ, പബ്ലിക് റിലേഷൻ ഇസ് എ മാനേജ്മെന്റ് ഫംഗ്ഷൻ. പബ്ലിക് റിലേഷൻ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് കമ്മ്യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഈ ഓർഗനൈസേഷൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ആര് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. പിന്നെ മാത്രം എന്താണ് based on benefit, maintenance of relation based on benefit and mutual communication between the institution and target communities. എന്താ പറയുന്നത്, കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ആശയവില്ല, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ട് നടക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും. അല്ലെങ്കിൽ ഒരു സമൂഹവും ഹോസ്പിറ്റലും തമ്മിൽ എന്താണ് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ ഒരു മുഖ്യധാരയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസിന്റെ ബേസിസിലാണ് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസിന്റെ മെയിൻ കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവർ പ്രവർത്തിക്കുന്നത് നല്ല രീതിയിൽ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ വിജയത്തിലും പരാജയത്തിലും എന്താണ് അടിസ്ഥാനപരമായിട്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് നല്ലൊരു പങ്ക് വഹിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ വിജയിച്ചാലും അല്ലെങ്കിൽ പരാജയപ്പെട്ടാലും എന്താണ് അതിന്റെ ഒരു മെയിൻ ഘടകമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു നടുസ്ഥാനത്ത് തന്നെ ആരുണ്ട്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. Institution target communities which play a fundamental role in the success and failure of an institution. പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ വിജയത്തിലും പരാജയത്തിലും എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. Public Relations Department develops a connection between an external environment and staff of the organization by bringing the expectation of community, and the aim of the organization is to into consonance and developing positive relations. അതായത് പബ്ലിക് റിലേഷൻസ് എന്താണ്, സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ പരമാവധി ശ്രമിക്കുന്നത്. കൂടാതെ എന്താണ് ജീവനക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരും തമ്മിലുള്ള ആ ഒരു എൻവയോൺമെന്റ് അതും വളരെ സുഗമമായ രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവിടെയും അവർ നോക്കുന്നത്. പിന്നെ എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ്, തോട്ട്സ്, ബിലീഫ്സ് അല്ലെങ്കിൽ ജീവനക്കാർ പറയുന്ന ആ ഒരു ആശയങ്ങളൊക്കെ ആര് സ്വീകരിക്കുന്നുണ്ട്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം അവരുടെ എല്ലാ കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി. പിന്നെ ഒരു കമ്മ്യൂണിറ്റിക്കും ഇൻസ്റ്റിറ്റ്യൂഷനും ഇടയിൽ അതാണ് അവരുടെ ടാർഗറ്റ്. കമ്മ്യൂണിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല രീതിയിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ആ ബന്ധം നല്ല രീതിയിൽ നിലനിർത്തുക എന്നത് തന്നെയാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെന്താണ്, അതായത് പൊതുജനങ്ങളുമായിട്ട് നല്ലൊരു സമ്പർക്കം അല്ലെ, നല്ല കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ്, ഇതൊരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ്, ഒരു ഫംഗ്ഷൻ ആണ്. മാത്രമല്ല ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എന്ത്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആശയവിനിമയം കമ്മ്യൂണിറ്റിയും ഓർഗനൈസേഷനുമായി നടത്തുന്നതിലൂടെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇനി ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന്റെ സക്സസിലും ഫെയിലിയറിലും ഒക്കെ ആരുണ്ട്, അടിസ്ഥാനപരമായിട്ട് പങ്കുവഹിക്കുന്നതും ആരാണ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ, ക്ലിയർ ആണോ? യെസ്, നമ്മൾ പറഞ്ഞത് കോൺസെപ്റ്റ് ആണ്. ടീച്ചർ ഒരു കോൺസെപ്റ്റ് ഒരെണ്ണം എഴുതി തന്നിരുന്നു, അത് പഠിക്കാം. പിന്നെന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഏത് ബ്രാഞ്ചിന്റെയാണ്, ഏത് സ്ട്രീം ബ്രാഞ്ചിന്റെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്? ഏത് ബ്രാഞ്ചാണ്? നമ്മളായ
മറന്നുപോയി. പബ്ലിക് റിലേഷൻസ് ആൻഡ് ആർട്ട് ആൻഡ് കൗൺസിലിംഗ് സോഷ്യൽ സയൻസ് ബ്രാഞ്ച്. മറന്നു എടുത്തിട്ടാ ഇതാതിരിക്കണം. യെസ്, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ നിങ്ങള്? ചോദ്യം ചോദിക്കാൻ മാത്രം ഉണ്ടാതിരിക്കുള്ളൂ അല്ലെ? കേൾക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനീഷൻസ് പഠിക്കാം കേട്ടോ. ഡെഫിനീഷൻ: public relations are managerial function, supply the achievement of organizational aims, the identification of organization mission and vision, facilitating organizational change. The public relations department develop the connection between the external environment and the stage of staff of the organization by bringing the expectations of community and the aims of the organization into consonance and developing positive relations. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് PR-ന്റെ ഡെഫിനീഷൻ ആണ് അല്ലെ. പബ്ലിക് റിലേഷൻസിന്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് എന്താണ്? Public relations are managerial functions supplying the achievement of organizational aims. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ മിഷൻ ആൻഡ് വിഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും അതിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ദൗത്യം എന്നിവ തിരിച്ചറിയുന്നതിനും അതുപോലെ തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ പരമമായ മാറ്റത്തെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസിനെയും ഈസി ആയിട്ട് കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോകുന്നതാണ് എന്ത് മനസ്സിലാക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then the public relations department develop the connection between the external environment and the staff of the organization. എന്താ പറയുന്നത്? സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ പ്രതീക്ഷകൾ അല്ലെ എക്സ്പെക്ടേഷൻസ്, കമ്മ്യൂണിറ്റി എക്സ്പെക്ടേഷൻസും അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബാഹ്യപരിസ്ഥിതിയും അല്ലെങ്കിൽ എൻവയോൺമെന്റും സ്റ്റാഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ബന്ധം വികസിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ആരുടേത്? പബ്ലിക് റിലേഷൻസിൽ പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, by bringing the expectation of community and the aims of the organization into consonance and developing positive relations. എന്താ പറയുന്നത്? സമൂഹത്തിന്റെ പ്രതീക്ഷകളും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും കൃത്യമായിട്ട് കൈവരിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് ഈ ലക്ഷ്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിലും സ്റ്റാഫും തമ്മിലുള്ള ബന്ധങ്ങളെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ആര്? പബ്ലിക് റിലേഷൻസ്. ഓക്കെ, നമ്മൾ നോക്കിയേ ഡെഫിനിഷൻ എന്താ പറയുന്നത്? മാനേജീരിയൽ ഫങ്ഷൻസ്. ഒരു മാനേജറിയൽ ഫംഗ്ഷൻ ആണ്. എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ എയിംസ്. ഒരു ഓർഗനൈസേഷന്റെ എയിംസുകൾ അച്ചീവ് ചെയ്യുന്നതിന് ലക്ഷ്യങ്ങള് കൈവരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ മിഷൻ ആൻഡ് വിഷൻ. ഒരു ഓർഗനൈസേഷന്റെ ദൗത്യം അല്ലെ അല്ലെങ്കിൽ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത് എന്താണ്? മിഷൻ എന്താണ്? മിഷൻ എന്താണുള്ളത്? മിഷൻ മീൻസ് ദൗത്യം അല്ലെ, ഡ്യൂട്ടി. അല്ലെങ്കിൽ വിഷൻ എന്താണ്? കാഴ്ചപ്പാട് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ മിഷൻസും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ആര്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. കൂടാതെ തന്നെ എന്താണ്? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ദ കണക്ഷൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ദ സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇനി ആര് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? കണക്ഷൻ ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അതായത് ബാഹ്യ പരിസ്ഥിതിയും സ്റ്റാഫുകളും തമ്മിലുള്ള ഓർഗനൈസേഷനും സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ സംയോജിപ്പിച്ചു കൊണ്ടിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല കമ്മ്യൂണിറ്റിയുടെ എക്സ്പെക്ടേഷൻസ്, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകള് കൈവരിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് the aim of the organization into consonance and developing positive relations. കമ്മ്യൂണിറ്റിയുടെ ആ ഒരു എയിംസ് അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ
ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് വികസിപ്പിക്കുക എന്നതാണ് പബ്ലിക് റിലേഷൻസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ വേറൊരു പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതി തന്നിരുന്നോ? എന്താണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞ പോയിന്റ്സ് തന്നിരുന്നോ? അത് പഠിക്കണം കേട്ടോ. അത് പഠിച്ചാലും മതി. ഈ ഡെഫിനേഷൻസിന് പകരം നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഏതാണ് എഴുതി തന്നെന്ന് പറയാമോ? നോട്ട് എടുത്തിട്ടില്ല. സിമ്പിൾ ആയിട്ട് എന്താണ് പബ്ലിക് റിലേഷൻസ് ഞാൻ നോട്ട് ചെയ്ത് തന്നില്ലേ നിങ്ങൾക്ക്? കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലോട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ ആ ഡെഫിനേഷൻ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ കുറച്ച് ഭാഗങ്ങളെ പറയുന്നുള്ളൂ, കുറച്ച് ഭാഗങ്ങൾ അല്ലാത്തത് ഞാൻ നോട്ടായിട്ട് തരാം കേട്ടോ. എല്ലാം കൂടി പഠിക്കണ്ട, ഒരുമാതിരി ഇത് അവിയല് പോലെ കിടക്കുകയാണ്. അപ്പൊ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പബ്ലിക് റിലേഷൻസ് എ ഫ്രഷ് കോൺസെപ്റ്റ് ഇൻ ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യരുത്. പബ്ലിക് റിലേഷൻ ഈസ് എ ഫ്രഷ് കോൺസെപ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫ്രഷ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ആശയമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊതുജന സമ്പർക്കം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്, ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ് പബ്ലിക് റിലേഷൻ. ഓക്കെ, യെസ്. From the recent rapid economic development and establishment of public relations programs and specialty personnel in many sectors, we can obtain that it has earned an important place in the hospital sector. നമ്മള് റീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സമീപകാലത്തുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റം നോക്കുകയാണെങ്കിൽ, ആ വികസനം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നതിന് ശേഷം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വഹിക്കുന്ന ഒരു പ്ലേസ് ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. From the recent rapid economic development and establishment of public relations programs and specialty personnel in many sectors, we can obtain that it has earned an important place in the hospital sector. Public ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു റീസെന്റ് സ്റ്റഡി എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമീപകാലത്തെ ഈ ഒരു പരിശോധനയിൽ ഇക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തിക ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് റിലേഷൻസ് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒഴിച്ചുകൂടാനാത്ത ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ പബ്ലിക് റിലേഷൻസ് മാറിയിട്ടുണ്ട്. ഓക്കെ, നിരവധി പ്രോഗ്രാമുകൾ, സ്പെഷ്യാലിറ്റി പ്രോഗ്രാംസിന്, പേഴ്സണൽസിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലും ഒരേപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് ഒരേപോലെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആര് വഹിക്കുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ് കോറിലേറ്റ്സ് വിത്ത് high inventory cost, investment, providing best services at affordable rates, growing criticism, media attention, dealing with the consumer protection growth, expectation of the people, ensuring smooth and comprehensive management organization. At the same time, creating a positive and favorable image brand value. ഇനി ഇവര് ഏതൊക്കെ മേഖലയിലാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്? ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ, പബ്ലിക് റിലേഷന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് മേഖലകൾ പറയുന്നത്. ഒന്ന് ഹൈ ഇൻവെന്ററി കോസ്റ്റ് അല്ലെ? ഹൈ ഇൻവെന്ററി കോസ്റ്റസില് അതായത് ഉയർന്ന ഇൻവെന്ററി നിക്ഷേപം, ചിലവ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, പ്രത്യേകമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? നിക്ഷേപം. Then providing best services at affordable rates. എന്താണ് providing best services at affordable rates എന്ന് പറഞ്ഞാൽ?
അതായത് ഒരാൾക്ക് താങ്ങാനാവുന്ന നിരക്കിൽ മികച്ച സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ഒരു പേഷ്യന്റിനോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാനാവുന്ന രീതിയിൽ ഒരു ലോ റേറ്റ്സ് അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എന്താണ് ബെസ്റ്റ് സർവീസസ് ആണ് കൊടുക്കുന്നത് അല്ലെ. മോശം സർവീസസ് അല്ല, ബെസ്റ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് എക്സ്പെക്ടേഷൻസ് ഓഫ് ഗ്രോയിങ് ക്രിറ്റിസിസം, അവർക്കെതിരെ ക്രിറ്റിസിസം വളർന്നു വരുന്നുണ്ട്. എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? വിമർശനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ പബ്ലിക് റിലേഷൻ ഏത് ഡിപ്പാർട്ട്മെന്റ്സ് എടുത്താലും അവന്റെ നേരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ, ഏത് കാര്യമാണെങ്കിൽ ഉണ്ടാവില്ല, ഒരു ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. ഉയർന്നു വരുന്ന വിമർശനങ്ങളുണ്ട്. പിന്നെന്താണ് മീഡിയ അറ്റൻഷൻ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ആരുമായിട്ടാണ്? മീഡിയയാണ് അല്ലെ. മീഡിയയിലൂടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് അല്ലെങ്കിൽ മാധ്യമത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ പുലർത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഡീലിംഗ് വിത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ്. എന്താണ് ഡീലിംഗ് വിത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ്? അതായത് ഉപഭോക്തൃ സംരക്ഷണ ഗ്രൂപ്പുമായിട്ട് ഇടപെടൽ അല്ലെ. കൺസ്യൂമേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സുമായിട്ടുള്ള ഡീലിംഗ്സ് ഒക്കെ നടത്തുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് ദ പീപ്പിൾ. എക്സ്പെക്ടേഷൻ ഓഫ് ദ പീപ്പിൾ എന്താണ്? ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ് ensuring smooth and comprehensive management of organization. ഓർഗനൈസേഷൻ ഇവർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പബ്ലിക് റിലേഷൻസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? സ്മൂത്ത് ആൻഡ് കോംപ്രഹെൻസീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സുഗമവും സമഗ്രവുമായ രീതിയിലാണ് മാനേജ്മെന്റിനെ പബ്ലിക് റിലേഷൻസ് കൊണ്ടുപോകുന്നത്. സ്മൂത്ത് ആൻഡ് കോംപ്രഹെൻസീവ് മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ടും അതേപോലെ തന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുമാണ് അല്ലെങ്കിൽ സുഗമമായിട്ടും സമഗ്രവുമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. Okay, then at the same time creating a positive and favorable image of brand value. At the same time നമ്മൾ എന്താ പറയുന്നത്? ഒരു creating a positive and favorable image അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ. ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഇമേജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു എന്താ ചട്ടക്കൂടാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻസ് പോസിറ്റീവ് ആൻഡ് ഫേവറബിൾ ഇമേജ് ആണ് അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ആയിട്ടാണ്, ഒരു ബ്രാൻഡഡ് വാല്യൂ ഉള്ള രീതിയിലാണ് പബ്ലിക് റിലേഷൻസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ്. ഒന്നുകൂടി നോക്കിയേ. ദ ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേറ്റ്സ് വിത്ത് ഹൈ ഇൻവെന്ററി. ഇത് എന്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അണ്ടർലൈൻ ചെയ്തു പോണേ. ഹൈ ഇൻവെന്ററി കോസ്റ്റ്സുകൾ, ഉയർന്ന ചെലവുകൾ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കൈകാര്യങ്ങൾ. പ്രൊവൈഡ് ബെസ്റ്റ് സർവീസ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ബെസ്റ്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താ ഗ്രോയിങ് ക്രിറ്റിസിസം. എല്ലാ മാധ്യമങ്ങളും എല്ലാ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മീഡിയ അറ്റൻഷൻ, മാധ്യമ ശ്രദ്ധ പിടിച്ചു വാങ്ങുന്നു. അല്ലെങ്കിൽ ഡീലിംഗ് വിത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സുമായിട്ട് ഡീൽ ചെയ്യുന്നു. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾ വഹിക്കുന്നു. ദെൻ എൻഷുറിംഗ് സ്മൂത്ത് ആൻഡ് കോംപ്രഹെൻസീവ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ടും കോംപ്രഹെൻസീവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അറ്റ് ദ സെയിം ടൈം ക്രിയേറ്റീവ് പോസിറ്റീവ് ആൻഡ് ഫേവറബിൾ ഇമേജ് അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ. ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമേജസ് ആണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് കാഴ്ചവെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അവിടെ വരെ പറഞ്ഞ കാര്യങ്ങള്? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അവിടെ വരെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ. നോക്കാം. The public relation department has to specifically ensure positive mouth to mouth publicity.
Image created in the minds of the community regarding quality of services, satisfaction from the services provided, and communication regarding maintaining a dedicated staff, achieving sustainable economic growth within available resources. Okay. ഇനി ഇതെല്ലാം ഇമ്പോർട്ടൻസ് തന്നെയാണ് പറയുന്നത് അല്ലെ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു സ്പെസിഫിക്കലി എൻഷുർ പോസിറ്റീവ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. എന്താണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരു മുഖാമുഖം അല്ലെങ്കിൽ എന്താ പറയാ വാമൊഴിയാണോ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി? യെസ് അല്ലെ. അവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക അല്ലെ. പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുക അല്ലെ. പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം തന്നെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ. അതായത് പബ്ലിക് റിലേഷൻസ് വർക്ക്സ് പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് മുഖാമുഖം അല്ലെങ്കിൽ മുഖാമുഖം എന്നാണ് മൗത്ത് ടു മൗത്ത് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, പരസ്പരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. Then image created in the minds of the community. Image created in the minds of the community regarding quality of services, satisfaction from the services provided. അപ്പൊ നമ്മള് കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഇമേജ് കൊടുക്കുമെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. Then satisfaction from the services provided. കൊടുക്കുന്ന സർവീസസ് എങ്ങനെയുള്ളതായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ. കൊടുക്കുന്ന സർവീസസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സർവീസസ് മാത്രമായിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. Then and communication regarding maintaining a dedicated staff. ഇനി ഈ നമുക്കറിയാം ഈ പബ്ലിക് റിലേഷൻസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും അല്ലെങ്കിൽ അവരുടെ മെയിൻ ശരിക്കും പറഞ്ഞ ആയുധം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫുകൾ ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചുള്ള ഒരു പരിപാടിയാണ് അല്ലെ. നാക്കുകൊണ്ടുള്ള ഒരു പ്രധാന പരിപാടിയാണ് പബ്ലിക് റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്ടുകൾ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റിയൊരു ജോലി അല്ല ഇത്. ഇൻഫോർമേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട്, അതായത് വരുന്ന എന്തൊരു പ്രശ്നം വന്നാലും നല്ല രീതിയിൽ അത് നമ്മൾക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റണം. പറഞ്ഞു നിൽക്കാൻ നിങ്ങൾ പറഞ്ഞില്ലേ ക്രിറ്റിസിസം ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് മീഡിയ അറ്റൻഷൻസ് ഉള്ള ഒരു ഏരിയ, പ്രധാന ഏരിയ ആണ്. അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉള്ള ആൾക്കാർ എങ്ങനെയായിരിക്കണം ഇതിന്റെ സ്റ്റാഫുകളായിട്ട് വരേണ്ടത്. ഓക്കെ. അപ്പൊ കൊടുക്കുന്ന സർവീസസ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, കൊടുക്കുന്ന സർവീസ് സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ അതിന്റെ എങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കണം? Communicating regarding maintaining a dedicated staff and achieving a sustainable economic growth within available resources. So, നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എന്ത് കൊടുക്കണം? എന്താണ് കൊടുക്കേണ്ടത്? ഇക്കണോമിക് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നതിന് അല്ലെ. പ്രധാന ലക്ഷ്യം അത് തന്നെയാണ് അല്ലെ. പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് അത് നിലനിർത്തുക അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കാനായിട്ടും എന്താവശ്യമാണ്? പബ്ലിക് റിലേഷൻഷിപ്സ് ആവശ്യമാണ്. പബ്ലിക് റിലേഷൻസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. Then rapidly changing trends and concept of advertising, marketing strategies, and along with the new age social media which has an open and wide reach, establishing a specialized public relations department has now become mandatory. എന്താ പറയുന്നത്? പബ്ലിക്കേഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് ന്യൂ ട്രെൻഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം അല്ലെ. പുതിയതായിട്ടുള്ള പുത്തൻ പ്രവണതകൾ എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സോഷ്യൽ മീഡിയയോട് കൂടിയുള്ള ഒരു ഇടപെടൽ അല്ലെ. സോഷ്യൽ മീഡിയയുമായിട്ടുള്ള റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ എന്തെങ്കിലും മാത്രമേ എന്താണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും. മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് റിലേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ എന്താണ്? മാൻഡേറ്ററി മീൻസ് എന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇതൊരു അനിവാര്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. യെസ്. നിങ്ങള് ഇവിടെ വരെ ഒന്ന് പോയിന്റുകളൊന്ന് അടയാളപ്പെടുത്തണേ. എസെൻഷ്യൽ ആണ്. യെസ്, വെരി ഗുഡ്.
ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേറ്റ്സ് എന്ന പോയിന്റ് തുടങ്ങി ബ്രാൻഡ് വാല്യൂ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് അവരുടെ ഇമ്പോർട്ടൻസ് വരുന്ന കാര്യങ്ങൾ എന്ന് ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഹൈ ഇൻവെന്ററി കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ്, പ്രൊവൈഡിംഗ് ബെസ്റ്റ് സർവീസസ് അറ്റ് അഫോർഡബിൾ റേറ്റ്സ്, മീഡിയ അറ്റൻഷൻ, ഡീലിംഗ് വിത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് പീപ്പിൾ. പിന്നെ എന്താണ് പോസിറ്റീവ് ഫേവറബിൾ ഇമേജ് വരെ പഠിക്കണം കേട്ടോ. ഈ ഒരു പോയിന്റ് കൂടി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് തുടങ്ങി അവൈലബിൾ റിസോഴ്സസ് വരെ കേട്ടോ. അവൈലബിൾ റിസോഴ്സസ് വരെ അണ്ടർലൈൻ ചെയ്യാം. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മുതൽ അവൈലബിൾ റിസോഴ്സസ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഇനി നിങ്ങള് എവിടെയാണ് എസെൻഷ്യൽ ആക്കാത്തതെന്നോ? ടീച്ചർ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് ഹാസ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാസ് നൗ ബിക്കം മാൻഡേറ്ററി. ഇത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിർബന്ധമാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ. മാൻഡേറ്ററി എന്ന് ഉദ്ദേശിച്ചത് എസെൻഷ്യൽ ആണ്, അല്ലെങ്കിൽ അത് അനിവാര്യമാണ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യാവോ? നോട്ട് ചെയ്തു കേട്ടോ. ഇമ്പോർട്ടൻസ് ആണ്. മാനേജിങ് റെപ്യൂട്ടേഷൻ. ഓരോ പോയിന്റ് വൈസ് ഒന്ന് എഴുതി വെച്ചാൽ മതി. കുറച്ചൊന്ന് ബ്രീഫ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ. മാനേജിങ് റെപ്യൂട്ടേഷൻ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. മാനേജിങ് റെപ്യൂട്ടേഷൻ. സെക്കൻഡ് വൺ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, എമർജൻസി ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വഹിക്കുന്നുണ്ട് അല്ലെ. ക്രൈസിസ് ഒക്കെ നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് മീഡിയ റിലേഷൻസ്. മീഡിയ റിലേഷൻസ്. മീഡിയ റിലേഷൻസ്. Media relations. Brand awareness. Brand awareness. Brand awareness. Brand awareness. Module 6. Brand. Brand awareness. ഓർഗനൈസേഷന്റെ ബ്രാൻഡും വാല്യൂ ഒക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഇത് പേജ് നമ്പർ അല്ലടോ ടീച്ചർ, എക്സ്ട്രാ പോയിന്റ് പറഞ്ഞാലാണ്. പേജ് നമ്പർ 59. Build trust and credibility. Build trust and credibility. Credibility. Build trust and credibility. Foster positive relationships. Foster positive relationships. Foster FOSTER. Foster positive relationships. ഒന്നുകൂടി പറയാം കേട്ടോ. ഫസ്റ്റ് വൺ മാനേജിങ് റെപ്യൂട്ടേഷൻ, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് പോയിന്റ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ, മീഡിയ റിലേഷൻസ്, മീഡിയ റിലേഷൻസ്, ബ്രാൻഡ് അവയർനെസ്, ബ്രാൻഡ് അവയർനെസ്, build trust and credibility. Build trust and credibility. Then foster positive relationships. Foster
പോസിറ്റീവ് റിലേഷൻഷിപ്സ്. ഇതൊക്കെ പബ്ലിക് റിലേഷൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഫോസ്റ്റർ, FOSTER, ഫോസ്റ്റർ പോസിറ്റീവ് റിലേഷൻഷിപ്സ്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോയിന്റ്സുകൾ ക്ലിയർ ആണോ? പറഞ്ഞു തന്ന പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി പറ പിള്ളേരെ. ക്ലിയർ ആണ്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം കേട്ടോ. 2 പോയിന്റ് കൂടി നോക്കിയിട്ട് നിർത്താം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. അപ്പൊ PR-ന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. നോക്കൂ, promotion of the health organization and implementation of the hospital's marketing programs that are related to overall mission and vision of the hospital. Also, manage and improve the flow of information within the hospital and between the hospital and the community it serves. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രമോഷൻ ഓഫ് ദ ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്. എന്താണ്? ഹോസ്പിറ്റലുമായി സംബന്ധിച്ച് വരുന്ന പ്രമോഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ഹോസ്പിറ്റലിന് എല്ലാ തരത്തിലുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്നു. സമൂഹത്തിനിടയിലുള്ള വിവരങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ അല്ലെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെർവ്സ്. എന്താണ്? ഒരു മിനിറ്റ്, അത് അയച്ചിട്ടുണ്ട് കേട്ടോ. അയച്ചിട്ടുണ്ട്. ട്ടോ. നോക്കൂ, എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രമോഷൻസും അതേപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ദൗത്യം അല്ലെങ്കിൽ മിഷൻ ആൻഡ് മിഷൻസ് ഒക്കെ ഓവറോൾ ആയിട്ട് എന്താണ് അത് മാനേജ് ചെയ്തതും അതോടൊപ്പം തന്നെ എന്താണ് ആൾസോ മാനേജ് ആൻഡ് ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെർവ്സ്. പിന്നെന്താണ്, പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്? ആശുപത്രിക്കും അത് സേവിക്കുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും ഹോസ്പിറ്റലും തമ്മിലുള്ള എല്ലാ ഇൻഫർമേഷൻ, അവര് തമ്മിലുള്ള എല്ലാ ഇൻഫർമേഷൻസും കൈകാര്യം ചെയ്യുകയും അത് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ആര് ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രമോഷൻസും അതേപോലെ ഓർഗനൈസേഷന്റെ വിഷൻസ് ആൻഡ് മിഷൻസ് ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഹോസ്പിറ്റലിന്റെ പ്രോഗ്രാംസ് ഒക്കെ എന്താണ് കൃത്യമായ രീതിയിൽ നടത്തപ്പെടുകയും അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ഇൻഫർമേഷൻ റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയും അത് കൈകാര്യം ചെയ്യുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് പബ്ലിക് റിലേഷൻസിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ദ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കമ്മ്യൂണിറ്റി റിലേഷൻസ്, ഹോസ്പിറ്റൽ പബ്ലിക്കേഷൻസ്, മീഡിയ റിലേഷൻസ്, സ്പെഷ്യൽ ഇവന്റ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ഫണ്ട് റൈസിംഗ്. പിന്നെ അടുത്ത റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഫണ്ട് റൈസിംഗ്. ഫണ്ട് റൈസിംഗ് എന്ന് പറയുന്നത് എന്താ? ഫണ്ട് റൈസിംഗ്
കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് പ്രസിദ്ധീകരണങ്ങൾ അല്ലെ പബ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസസുകൾ അതാണ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി മീഡിയ റിലേഷൻസ്, സ്പെഷ്യൽ ഇവന്റ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ഫണ്ട് റൈസിംഗ്. മീഡിയ റിലേഷൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വരുന്നത്? മീഡിയ റിലേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേക പരിപാടികൾ അല്ലെങ്കിൽ ഫണ്ട് റേസിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ധനസമാഹരണം. ഇപ്പൊ ഹോസ്പിറ്റൽ ഏതെങ്കിലും തരത്തില് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് ചിലപ്പോ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ ആ ചികിത്സാ സഹായം എന്ന രീതിയിലൊക്കെ മീഡിയയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതായത് കമ്മ്യൂണിറ്റി റിലേഷൻസ്, ആശുപത്രി പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മീഡിയ റിലേഷൻസ്, സ്പെഷ്യൽ ഇവന്റ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ഫണ്ട് റൈസിംഗ്. ഏതെങ്കിലും വിധത്തിൽ ആവശ്യകതകളിലെ ഫണ്ട് സമാഹരണം വേണമെങ്കിൽ ധനസമാഹരണം ആവശ്യമാണെങ്കിലും അതിന്റെയൊക്കെ പബ്ലിസിറ്റി കൊടുക്കുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻ ആണ്. ഓക്കെ. Then to develop and maintain good relations with the media and communicate with the press. To develop and maintain good relations with ആരുമായിട്ടാണ് good relations, നല്ല റിലേഷൻഷിപ്സ് സ്ഥാപിക്കുന്നത്? മാധ്യമങ്ങളുമായിട്ട് അല്ലെ? മാധ്യമങ്ങളുമായിട്ട് നല്ല ബന്ധം, നല്ല റിലേഷൻഷിപ്സ് നിലനിർത്തുവാനും പിന്നെന്താണ് നല്ല രീതിയിൽ ഒരു ആശയമുണ്ട് അല്ലെ? പ്രസ്സുമായിട്ട് അല്ലെ മാധ്യമങ്ങളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതുമാണ് പബ്ലിക് റിലേഷൻസിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. To develop and maintain good relations with the media and communicate with the press. മാധ്യമങ്ങളുമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു ബന്ധം നിലനിർത്താനും അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ. Then writing and distributing news releases, features article to the press, compiling press list, writing new letters, handling and maintaining media information service, arranging press, radio and television interviews for management, preparing marketing plans for various programs and strategies, promotional and marketing efforts. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് റിലീസസ്, ഇവരുടെ പ്രധാന ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ് എന്ത്? ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് റിലീസസ്. എന്താണ്? അതായത് കൃത്യമായിട്ടുള്ള വാർത്താക്കുറിപ്പുകൾ അല്ലെ? വാർത്താക്കുറിപ്പുകൾ റിലീസ് ചെയ്യുക. അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആർട്ടിക്കിൾസ് ടു ദി പ്രസ്, ആർട്ടിക്കിൾസ് അല്ലെ? ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് വരുന്ന ആർട്ടിക്കിൾസുകൾ ആർട്ടിക്കിൾസ് അയച്ചിട്ടുണ്ടാവും. പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് തയ്യാറാക്കും അല്ലെ? പ്രത്യേകിച്ച് ഇപ്പൊ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസുകൾ തയ്യാറാക്കുക. അല്ലെങ്കിൽ കമ്പീലിംഗ് പ്രസ് ലിസ്റ്റുകൾ. എന്താണ് കമ്പീലിംഗ് പ്രസ് ലിസ്റ്റ് എന്ന് പറയുന്നത്? പ്രസ് ലിസ്റ്റ് എന്താണ്? കമ്പീലിംഗ് പ്രസ് ലിസ്റ്റ് പത്രക്കുറിപ്പുകളാണ് കേട്ടോ. പ്രസ് ലിസ്റ്റ് എന്ന് പറയുന്നത് പത്രക്കുറിപ്പുകള്. Then writing newsletters. Newsletters എന്താണ്? Writing newsletters. Writing newsletters എന്താണ്? ന്യൂസ്ലെറ്റർ എന്താണെന്ന് അറിയില്ലേ? വാർത്താക്കുറിപ്പുകള്. Then handling and maintain media information services. മീഡിയയുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ. വെരി ഗുഡ്. എഡിറ്റോറിയൽ നമ്മൾ എഡിറ്റോറിയൽ ഫോളോ ഒക്കെ കണ്ടിട്ടില്ലേ ന്യൂസ് പത്രത്തില്? ഓക്കെ. പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എഡിറ്റോറിയൽ കോളങ്ങളിൽ വിശദീകരണങ്ങൾ കൊടുക്കുന്നത്. And handling and maintaining media information services. എന്താണ്? അതായത് മാധ്യമങ്ങളുമായിട്ട് വിവരങ്ങൾ കൃത്യമായിട്ട് സർവീസസുകളൊക്കെ അല്ലെങ്കിൽ വിവരങ്ങൾ കൈമാറുക. Then arranging press. Arranging press എന്താണ്? Arranging press പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യുക അല്ലെ? പ്രസ് മീറ്റുകൾ നമ്മൾ നിപ്പയും കൊറോണ ആവുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് പ്രസ് റിലീസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. റേഡിയോ ആൻഡ് ടെലിവിഷൻ ഇന്റർവ്യൂസ്. റേഡിയോയിലും ടെലിവിഷൻസിലൊക്കെ ഇന്റർവ്യൂസ് കൊടുക്കുന്ന പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂസുകൾ കൊടുക്കുന്ന പബ്ലിക് റിലേഷൻസിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നതാണ്. Radio and television interviews for management and preparing market plans for various programs and strategies. Programs and strategic promotional
പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സ്. എന്താണ് പ്രിപ്പയറിംഗ് മാർക്കറ്റിംഗ് പ്ലാൻസ്? എന്താണ് പ്രിപ്പയറിംഗ് മാർക്കറ്റിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് പ്ലാൻസ് യെസ്, ആഡ് ടു ദ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രൊമോഷൻസിന് വേണ്ടി അതായത് മാർക്കറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞത് എന്താണ്? ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. പ്രൊമോഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നിരവധി സ്ട്രാറ്റജീസുകൾ അല്ലെങ്കിൽ ആ ഒരു ആസൂത്രണം ചെയ്യുക. എന്താ ആസൂത്രണം ചെയ്യുക? വിവിധ തരം പ്രോഗ്രാംസുകളുമായി ബന്ധപ്പെട്ട് അല്ലെ, വിവിധ തരം പ്രോഗ്രാംസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പ്ലാൻസുകൾ ആസൂത്രണം ചെയ്യുക. വിവിധ പരിപാടികൾക്കും അല്ലെങ്കിൽ സ്ട്രാറ്റജീസിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനും പ്രമോഷനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എഫേർട്സ് അല്ലെങ്കിൽ ശ്രമങ്ങളൊക്കെ നടത്തുക എന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? പബ്ലിക് റിലേഷൻസിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഒന്ന് ന്യൂസ് റിലീസുകൾ റിലീസ് ചെയ്യിപ്പിക്കുക. ദെൻ ഫീച്ചേഴ്സ്, ആർട്ടിക്കിൾസ്, പത്രലേഖനങ്ങൾ തയ്യാറാക്കുക. പിന്നെ എന്താണ് പത്രക്കുറിപ്പുകൾ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പുകൾ കൊടുക്കുക. പിന്നെ മീഡിയയുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. ദെൻ പ്രസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. റേഡിയോസിലും ടെലിവിഷൻസിലും ആവശ്യമായിട്ടുള്ള ന്യൂസുകൾ ഇന്റർവ്യൂസുകൾ കൊടുക്കുക അല്ലെ, അഭിമുഖങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ വിവിധതരം പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രൊമോഷൻസും അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങളൊക്കെ നടത്തുക എന്നുള്ളതുമാണ് പബ്ലിക് റിലേഷൻസിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നത്. ഓക്കെ, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാലാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ടിക്ക് ഇടാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും ടിക്ക് ചെയ്യാം. ഓക്കെ, മതിയില്ലേ ഇത്ര? നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ഏത് പോയിന്റ് ആണോ ഇമ്പോർട്ടന്റ് പോയിന്റ് ടീച്ചർ പറഞ്ഞത്? ഏതാണ്? സെക്കൻഡ് പോയിന്റും ഫോർത്ത് പോയിന്റും ടിക്ക് ചെയ്യാൻ. സെക്കൻഡ് പോയിന്റും ഫോർത്ത് പോയിന്റും 2 and 4. ഓക്കെ, മറ്റത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. PG-യുടെ കോൺവൊക്കേഷന്റെ കാര്യം ചോദിച്ചിട്ട് പറയാം. കംപ്ലീറ്റഡ് ആയിട്ടാണോ ഒന്നും ആയിരിക്കുള്ളൂ കേട്ടോ. നിത്യ എന്നാ തിരിച്ചു പോകുന്നത്? എന്നാടോ തിരിച്ചു പോകുന്നേ? ഇത് അറിഞ്ഞിട്ട് പോകാനല്ല. അപ്പൊ ഞാൻ ഒന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ അറിയുമെങ്കിൽ ഒന്ന് ഓഫീസിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അതിന് ടീച്ചർ ഇനിയിപ്പോ വെനസ്ഡേ ആവില്ലേ ക്ലാസ് വരാൻ? ഈ മന്ത് പോണല്ലേ? ഈ മന്ത് ഉണ്ടാവുമെന്ന് അറിയില്ലടോ. ഈ മന്ത് നമ്മുടെ കോഴ്സ് എന്തായാലും തീരില്ല. ഇത് ചോദിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറയാം. താങ്ക് യു. Have a nice day.